ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ല കണ്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക്, ഇത് സ്പോയിലറല്ല, ട്രെയിലറിലും കാണിച്ചിട്ടുണ്ട്, ഒരു കൊലപാതകം കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോഴുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, പ്രഷർ ഉണ്ട്, ആ ക്യാരക്ടർ ട്രാവൽ ആവുന്നൊരു ട്രാക്ക് ഉണ്ട്. അതാണ് ഈ കഥയുടെ കോർ. അതിൽ ലാൻഡ് ആവുന്ന ഒരു നല്ല ക്ലൈമാക്സും ഉണ്ട്. ഇതാണ് ഈ കഥ. അതല്ലാതെ കുറേ റിവ്യൂസ് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അമച്ചുറായി പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആരൊക്കെയോ എന്താണെന്ന് മനസ്സിലാകാതെ സംസാരിക്കും. ക്യാരക്ടറാണ്, അതാണ് ആ ക്യാരക്ടർ. അത് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് പടം കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. 26-ാമത്തെ വയസ്സിൽ 27 വയസ്സിലൊക്കെ SI ആയ ആൾക്കാരുണ്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറുടെ ട്രാവലും ശേഷം നമ്മൾ റോഡിൽ കാണുന്നുണ്ട്. എവിടെ പറയാം എന്താ അതൊക്കെ ചോദിച്ചിട്ട് നമ്മളെ തട്ടുന്ന പോലീസുകാരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ട്രാവലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചത്. അത് വ്യക്തമായി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഷെയ്ൻ ബ്രോ അത് അത്രയ്ക്കായിട്ട് വിശ്വാസം പടം കണ്ട ഞങ്ങൾക്കും ഉണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പം അത് കൂടി മനസ്സിൽ വെച്ച് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മളത് ഓൾറെഡി റിലീസിന്റെ തലേദിവസം നമ്മൾ ചുമ്മാ സംസാരിച്ചായിരുന്നു. ചുമ്മാ അത് പ്ലാൻഡ് അല്ല, എങ്ങനെയായിരിക്കും എന്നുള്ള സംസാരിച്ചപ്പോൾ അതും ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ള സാധനവും നമ്മൾ സംസാരിച്ചത്. കാരണം ഈ പറഞ്ഞ പോലെ ഞാനിത് പറയുന്നതിന്റെ റീസൺ, നമ്മൾ ക്ലോസ് ആയിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടുകാരന്മാരാണെങ്കിലും അതല്ലാതെയും കുറച്ച് ആൾക്കാരെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അവരിലൂടെയാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ലേ നേരത്തെ, ഷെയ്ൻ ബ്രോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കും. ആ ക്യാരക്ടർ അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ റിവ്യൂസിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഷെയ്ൻ ബ്രോ പറഞ്ഞാൽ തന്നെ ഞാനും റിവ്യൂസ് കാര്യങ്ങൾ ഇങ്ങനെ തപ്പുന്നുണ്ട്. പടത്തിനെ പറ്റി എന്താ പറയുന്നത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. എനിക്കൊരു 4-5 ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നല്ലത് തന്നെയാണ് പറയുന്നത്. ക്ലൈമാക്സിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ദയവേത് നിങ്ങൾ ഈ പറഞ്ഞ 1-2 ആൾക്കാരുടെ വാക്ക് കേട്ട് പടം മിസ്സാക്കരുത്. ബാക്കിയുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിച്ച് ബാക്കിയുള്ള റിവ്യൂസ്, നിങ്ങൾ റിവ്യൂ കണ്ടു പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസും കൂടി ബാക്കിയുള്ളതും കൂടി ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ചെറിയ പടമാണ്, കുഞ്ഞു ത്രില്ലറാണ് എന്നുള്ള രീതിയിൽ നിങ്ങളിത് OTT കാണാനും ശ്രമിക്കരുത്. കാരണം ഇതിൻ്റെ ഒരു ലാൻഡിങ് നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ള പക്ക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ്. അവസാനത്തെ ആ സമയങ്ങളിലെല്ലാം അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ ബ്രോ അത് അത്രയും നമുക്കറിയാം അത് എത്രത്തോളം ആ ലാസ്റ്റിലേക്ക് വേണ്ടി ആൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ദയവേത് നിങ്ങൾ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് ക്ലൈമാക്സിൽ ഒരു തിയേറ്റർ സ്റ്റഫ് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ദയവേത് തിയേറ്ററിൽ തന്നെ എല്ലാവരും പടം കാണും.